ഒരു നിമിഷം. ഇന്ന് ഈ വീഡിയോ കേൾക്കുന്നത് വെറും വിവരമറിയാനല്ല, ഒരു ദുആ ചെയ്യാനാണ്. കാരണം ഇന്ന് വയനാട് നമ്മുടെ പ്രാർത്ഥന കാത്തിരിക്കുകയാണ്. മേപ്പാടി, കല്ലാടി ഇന്നലെ വരെ സാധാരണ ഒരു ഗ്രാമത്തിൻ്റെ പേരായിരുന്നു. എന്നാൽ ഇന്ന് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കണ്ണീരും വേദനയുമാണ്. ഒരു നിമിഷം കൊണ്ട് മണ്ണ് ഇളകി, സ്വപ്നങ്ങൾ തകർന്നു, കുടുംബങ്ങൾ ചിതറിപ്പോയി. ചിലർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, ചിലർ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ വേദന വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരം സംഭവങ്ങൾ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം എത്ര നിസ്സാരമാണ്, എന്നാലോ നമ്മുടെ നന്മകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് ഇന്നുള്ള സമയം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗപ്പെടുത്താം. ഇന്ന് ആ ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനാസംഘങ്ങളും അഗ്നിരക്ഷാസേനയും പോലീസും ആരോഗ്യപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ധാരാളം ചെറുപ്പക്കാർ പ്രായ വ്യത്യാസമില്ലാതെ ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അവരുടെ കൈകളിലൂടെ അല്ലാഹു അനേകം ആളുകൾക്ക് ആശ്വാസം നൽകട്ടെ. അവരുടെ ഓരോ ആ ചുവടും സുരക്ഷിതമാക്കട്ടെ. നമ്മളിൽ എല്ലാവർക്കും അവിടെ എത്താൻ കഴിയില്ല, പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാൻ കഴിയും. മനസ്സിൽ തട്ടി ഹൃദയം നിറഞ്ഞ ഒരു പ്രാർത്ഥന. പറ്റാവുന്നവർ സഹായഹസ്തം ചെയ്യുക. ഒരു കുടുംബത്തിൻ്റെ കണ്ണീർ തുടക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമില്ല. അല്ലാഹുവേ, ആ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും നീ കരുണ ചെയ്യണമേ അല്ലാ. അവിടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പരിക്കേറ്റവർക്ക് പൂർണ്ണമായ സുഖം നൽകണേ റബ്ബേ. കാണാതായവരെ സുരക്ഷിതമായി കണ്ടെത്താനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. ദുഃഖത്തിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും ക്ഷമയും സമാധാനം നൽകണേ അല്ലാ. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അവരുടെ സേവനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ നാടിനെയെല്ലാം ലോകമെമ്പാടും എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കരുണയും പരസ്പരം സ്നേഹവും വർദ്ധിപ്പിക്കണേ അല്ലാ. ആമീൻ യാ അല്ലാഹ്.